ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്ത് തകൃതിയായി നടക്കുമ്പോഴും കേരള കർണാടക അതിർത്തിയായ മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റ് അസൗകര്യങ്ങളാലും ഉപകരണങ്ങളുടെ അപര്യാപ്തത കൊണ്ടും അവഗണന നേരിടുന്നു. ജീവൻ പണയം വെച്ചാണ് ഇവർ ദേശീയപാതയിൽ വാഹന പരിശോധന നടത്തുന്നത്. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ദേശീയപാത നിർമ്മാണം പൂർത്തിയായതോടെ മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. ദേശീയപാത ഉയരത്തിലായതോടെ ഇവിടെ റോഡിലേക്ക് കയറി നിന്ന് ജീവൻ പണയം വെച്ചാണ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ പരിശോധിക്കുന്നത്. രാത്രിയിൽ റോഡിലേക്ക് കയറിയുള്ള പരിശോധന പേടിപ്പെടുത്തുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലാമ്പിന്റെ വെളിച്ചം കണ്ണിൽ തട്ടുന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ഇവിടെയുണ്ടായിരുന്ന ഹൈമാസ്റ്റ് വിളക്ക് കേടായിട്ട് വർഷങ്ങളായി. ഇത് നന്നാക്കാനും അധികൃതർ തയ്യാറായിട്ടില്ല. കണ്ടെയ്നറിനകത്ത് നിന്ന് തിരിയാൻ ഇടമില്ലാതെ വീർപ്പുമുട്ടുന്ന തരത്തിലാണ് എക്സൈസ് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം. അടച്ചുറപ്പുള്ള ഓഫീസ് സംവിധാനമോ പരിശോധനയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളോ ഇല്ലാതെയാണ് അതിർത്തി പ്രദേശത്തെ എക്സൈസ് ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുന്നത്. ഇവിടെ മഴയും വെയിലുമേറ്റാണ് 20ഓളം ജീവനക്കാർ 3 ഷിഫ്റ്റുകളിലായി ജോലി ചെയ്യുന്നത്. ടോയ്ലറ്റ് സൗകര്യമില്ലാത്തതിനാൽ ജീവനക്കാർ തൊട്ടടുത്തുള്ള ഹോട്ടലുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. കൂടാതെ ഇഴജന്തുക്കളുടെ ശല്യവും ഓഫീസ് പരിസരത്ത് കൂടുതലാണ്. മറ്റൊരു സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് ഓഫീസ് മാറ്റണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്ത് തകൃതിയിൽ പരിശോധനകൾ നടക്കുമ്പോൾ അതിർത്തി ചെക്ക് പോസ്റ്റിന്റെ ശോചനീയാവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇതിനിടയിലും ഉദ്യോഗസ്ഥർ വലിയ ത്യാഗങ്ങൾ സഹിച്ചാണ് ജോലി ചെയ്യുന്നത്. പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും ദിവസവും ഒന്നിലേറെ കേസുകൾ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.